അപ്പോൾ കേരളം പുതിയുഗത്തിലേക്ക് യാത്ര തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നടത്തിയ നയപ്രഖ്യാപനം സർക്കാരിന്റെ നയങ്ങളുടെ പ്രതിഫലനമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. കേരളത്തെ തുറമുഖ നഗരമാക്കി വളർത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ഒരു കണ്ടെയ്നർ ടെർമിനലിനെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കും. കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയി ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. നയപ്രഖ്യാപനം നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനം. പിണറായി വിജയന്റെ നയമല്ല തങ്ങൾ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ ഒരു നയരാഹിത്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. കേരളത്തിൻ്റെ പ്രത്യേകത വെച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പം അങ്ങനെ നോക്കിയാൽ പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. അല്ല, നയരാഹിത്യം അദ്ദേഹത്തിന് തോന്നാം. കാരണം അദ്ദേഹത്തിന്റെ നയമല്ല ഞങ്ങൾ നടപ്പാക്കുന്നത്. ഇത് പുതിയ ഗവൺമെന്റിന്റെ നയമാണ് നടപ്പാക്കുന്നത്. വളരെ വ്യത്യസ്തമായ നയമാണ്. സമീപനങ്ങളിലുള്ള മാറ്റം, വളരെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് സമീപനങ്ങളിൽ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ആ നയങ്ങൾ മാറ്റമുണ്ടാവും. ഗവൺമെന്റ് തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ ഗവർണറുടെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം ഗവർണർ നടത്തുമ്പോൾ നേരത്തെയുള്ള പദ്ധതികൾ എടുത്തു പറഞ്ഞ് അത് തുടരും എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ED റെയ്ഡിലെ കോൺഗ്രസ് നിലപാടിനെതിരെയും പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് BJP ഇതര പാർട്ടികൾക്കെതിരെ കേന്ദ്രം ഉപയോഗിക്കുന്ന ആയുധമാണ് ED. സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് അദ്ദേഹത്തോട് ചോദിക്കണമെന്നായിരുന്നു പിണറായി വിജയന്റെ രാവിലത്തെ വിമർശനം. നമ്മുടെ രാജ്യത്തെ BJP ഇതര പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വസ്തുതകൾക്ക് ചേരാത്ത ഒരു നിലപാടാണ്. കാരണം BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരമാവധി യോജിപ്പാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ അങ്ങേയറ്റം സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാനിതേവരെ മുഖ്യമന്ത്രിയായിരുന്നു, എന്നോടാണോ ചോദ്യം എന്നൊരു സംശയം എനിക്ക്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി ഞാനത് പറയേണ്ടതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.